ഏട്ടാ നമ്മൾ ചെയ്യൂലേ, അപ്പോൾ എനിക്ക് നല്ല പെയിൻ ഉണ്ട്. കുറച്ച് ഫോർ പ്ലേയും കൂടെ ഉണ്ടെങ്കിൽ. പെയിനെ കുറിച്ച് എല്ലാം അറിയാല്ലേ? എന്ത് ഫോർ പ്ലേ? ഫോർ പ്ലേ. നമുക്കിന്ന് ഫോർ പ്ലേയെ കുറിച്ച് സംസാരിച്ചാലോ? അതിനു മുമ്പ് എന്താണ് ഫോർ പ്ലേ? ഇതെന്റെ പത്ര ചോദിക്കാം, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമല്ലേ എന്നൊരു ഉത്തരം ഒരു വശത്തുനിന്ന് വരാം. അവർക്കുള്ള ഉത്തരമാണ്, ഈ അടുത്ത കാലത്താണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമ ഫോർ പ്ലേയെ കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്ന ഭാര്യയോട് പെയിനെ കുറിച്ച് എല്ലാം അറിയാല്ലേ എന്ന് സംസാരിക്കുന്ന ഭർത്താവിനെ നമ്മൾ കണ്ടത്. അതിനുശേഷം എന്താണപ്പ ഈ ഫോർ പ്ലേ എന്ന് അന്വേഷിച്ചിറങ്ങിയ ഒരുപാട് മനുഷ്യരുള്ളൊരു നാടാണ്. സോ അവർക്ക് വേണ്ടിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അതിനുമപ്പുറം ഫോർ പ്ലേ കുറിച്ചൊക്കെ പരസ്യമായിട്ട് സംസാരിക്കേ എന്തത് എന്ന് ചിന്തിക്കുന്ന മറ്റൊരു കൂട്ടർക്ക് വേണ്ടി. അപ്പോൾ എന്താണ് ഫോർ പ്ലേ? സെക്ഷൽ ആക്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവർക്കിടയിലെ ഫിസിക്കൽ ഇൻറ്റിമസിയും എക്സൈറ്റ്മെന്റും കൂട്ടുന്നതിന് വേണ്ടി രണ്ട് പാർട്ട്നേഴ്സും ഫിസിക്കലി മെന്റലി നടത്തുന്ന ആക്ടിവിറ്റീസിനെയാണ് ഫോർ പ്ലേ എന്ന് പറയുക. സോ ഫോർ പ്ലേക്ക് മുമ്പ് ഒരു സെക്ഷൽ ആക്ടിവിറ്റിയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം? മെന്റലി, ഇമോഷണലി, ഫിസിക്കലി നമ്മുടെ കംഫർട്ട്നെസ്, കൺസേൺ, സാറ്റിസ്ഫാക്ഷൻ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തേത് വ്യക്തി ശുചിത്വം. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ പാർട്ട്ണറിനെയും കംഫർട്ട് ആക്കാൻ കൂടി വേണ്ടിയിട്ടുള്ളതാണ്. അടുത്തതായിട്ട് വളരെ റിലാക്സ്ഡ് ആയിരിക്കുക. ടെൻഷനും സ്ട്രെസ്സും ഒക്കെ മാറ്റി വെച്ചിട്ട് കുറച്ച് സമയം നമുക്ക് വേണ്ടി മാത്രം, നമ്മുടേത് മാത്രമായ സമയം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കംഫർട്ടായ ഒരു ലൈറ്റിംഗ്, ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, നമ്മുടെ ഇഷ്ടപ്പെട്ട സംസാരങ്ങൾ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം തുറന്ന് സംസാരിക്കുക, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, ഇഷ്ടക്കേടുകൾ, കംഫർട്ട്നെസ്, അൺകംഫർട്ടായ കാര്യങ്ങൾ എല്ലാം, അത് നിങ്ങൾക്കിടയിൽ ഒരു ഇമോഷണൽ ബോണ്ടിങ്ങിനും കൂടിയും കാരണമാകും. ഇതിനെല്ലാം അപ്പുറം നിങ്ങളുടെ കൺസേൺ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.